ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പോമാണ് അലിഗർ, റിട്ടൺ ബൈ അരവിന്ദ് കൃഷ്ണ മെഹ്റോത്ര. അരവിന്ദ് കൃഷ്ണ മെഹ്റോത്ര ഒരു ഇന്ത്യൻ പോയറ്റാണ്, ഓഥറാണ്, ലിറ്റററി ക്രിറ്റിക്കാണ്. സർലിയസം എന്ന ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റുമായി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് പോംസൊക്കെ എഴുതുന്നത്. കൂടുതലും നാച്ചുറൽ പോംസ് ആയിരിക്കും അരവിന്ദ് കൃഷ്ണ എഴുതുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് പോകാം. പോം തുടങ്ങുമ്പോൾ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നറേറ്ററിൻ്റെ ജെൻഡർ മെൻഷൻ ചെയ്യുന്നില്ല, ബോയ് ആണോ ഗേൾ ആണോ എന്നൊന്നും പറയുന്നില്ല. നറേറ്റർ ബിലവഡിനെ കാണാനായിട്ട് ട്രെയിൻ കയറി പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അറിയുന്നത് ലാസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പോയി കഴിഞ്ഞു എന്നാണ് നറേറ്റർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബിലവഡിനെ കാണാൻ ഇങ്ങനെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ട്രെയിൻ പോയി. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇമേജ് മാറി നമുക്ക് കിട്ടുന്ന നേച്ചറിൻ്റെ ഇമേജാണ്. ആദ്യം തന്നെ പറയാം, ഈ ഒരു പോം ഒരു ഡിസോർഡർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു കറക്റ്റ് ഒരു മീനിങ്ങോ അതിനൊരു സ്ട്രക്ചറോ ഒന്നുമില്ല. നമ്മുടെ ലൈഫ് പോലെയാണ്, എങ്ങനെയാണോ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് അതുപോലെ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോയത്തിനെ ഒരു പോസ്റ്റ് മോഡേൺ പോം എന്ന് വിളിക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഇമേജ് കിട്ടായിരുന്നു, പിന്നീട് നേച്ചറിൻ്റെ ഇമേജാണ് പറയുന്നത്. പെട്ടെന്ന് ആ ഒരു ട്രീസൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇയാളുടെ ആ ഒരു ഐസൈറ്റ് ആ ട്രീസിലോട്ടൊക്കെ പോവാണ്. പിന്നെ നോക്കുമ്പോൾ ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ഇങ്ങനെ ലീവ്സിലും ആ ട്രീസിൻ്റെ ബാക്സിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് അല്ലേ, അങ്ങനെ ആ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ ഇത് രാവിലെ ആയിരിക്കും. ഇവിടെ ഗ്രീൻ എന്ന കളർ, ആ ഒരു വേർഡ് ഗ്രീൻ സിംബലൈസ് ചെയ്യുന്ന ലൈഫും ട്രീ സിംബലൈസ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് ലൈക്ക് മെമ്മറീസിനെയും ആണ്. പിന്നെ ഇയാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ട്രീസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു മാപ്പിൻ റോബിൻ എന്ന് പറയുന്ന ഒരു ബേർഡാണ്, പാടുന്ന ഒരു ബേർഡ് ട്രീയുടെ ടോപ്പിലിരുന്ന് ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ ഈ നറേറ്റർ പറയാണ്, ആ ഒരു ബേർഡിൻ്റെ ആ ഒരു സിംഗിങ് ഞാനും എൻ്റെ ലവറും സെയിം ടൈം തന്നെ കേൾക്കുന്നുണ്ടാവാം. മറ്റൊരു പെർസ്പെക്റ്റീവിലിരുന്ന് വേറെ എവിടെയോ ഗാർഡൻ സൈഡിലെങ്ങാനും ഇരുന്ന് എൻ്റെ ലവറും ഇവിടെ സ്റ്റേഷനിലിരുന്ന് ഞാനും കേൾക്കുന്നുണ്ടാകാം അല്ലേ. അപ്പോഴും നറേറ്റർ ആ ഒരു ലവറിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് രാത്രി പലപ്പോഴും ഈ നറേറ്ററിനും അദ്ദേഹത്തിൻ്റെ ലവറിനും സുഖമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അതിനെ ഇവിടെ ഒരു ചൈൽഡിൻ്റെ, ഒരു ന്യൂ ബോൺ ബേബിയുടെ ക്രൈയോടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. രാത്രി കൊച്ചുമക്കളുകൾ ഉറങ്ങത്തില്ല അല്ലേ, രാവിലെ നല്ല ഉറക്കവും രാത്രി ഉണർന്നിരിക്കുന്നവരുമായിരിക്കും. അതേപോലെയാണ് ഇവിടെ സെയിം ആസ് നറേറ്റർ ആൻഡ് ലവർ എന്നാണ് പറയുന്നത്. അത് അവരെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാണ്, ആ ഒരു പെയിൻ. അത് ചിലപ്പോൾ സിംബലൈസ് ചെയ്യുന്ന അവർ ഏജ്ഡ് ആയി എന്നായിരിക്കാം, എന്നിട്ടും ഇപ്പോഴും അവർ ബിലവഡിനെ ആലോചിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇയാൾ എന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, ട്രെയിൻ അന്വേഷിച്ച് പോകുന്നു. അപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയി, ലാസ്റ്റ് ട്രെയിൻ പോയി എന്നറിയുന്നു. തിരിച്ച് വീണ്ടും ആ ഒരു ഗാർഡൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിരുന്ന് വീണ്ടും ബിലവഡിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ട്രെയിൻ വരുന്നു പോകുന്നു അല്ലേ, അതിൻ്റെ സമയത്തിനനുസരിച്ച് പോകും. ട്രെയിൻ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുമോ? ഇല്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും, അത് അവിടെ തന്നെ ഉണ്ടാവും. ട്രെയിൻ മാത്രമാണ് മാറി മാറി വരുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ആ ട്രീസിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫ് പ്രോബ്ലംസ് ആകാം, മെൻ്റൽ ട്രോമാസ് ആകാം, അങ്ങനെയൊക്കെ ആയിരിക്കും നറേറ്ററിൻ്റെയും ലവറിൻ്റെയും. എന്നാൽ പോലും അവരുടെ ആ ഒരു ലവ് ബോണ്ട് ഇവിടെ ചേഞ്ച് ആവുന്നേയില്ല. റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തന്നെ ഉണ്ട്, അതേപോലെ തന്നെയാണ് അവരുടെ ആ ഒരു ലവ് ബോണ്ടും. ഇടയ്ക്ക് പിണക്കങ്ങളും അടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ലവ്, അവരുടെ ആ ഒരു അഫെക്ഷൻ അതിങ്ങനെ ചേഞ്ച് ആവുന്നില്ല, അതിങ്ങനെ സ്റ്റേബിളായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പോത്തിനെ വേറെയും രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. അവർ ഓൾഡ് ആയതുകൊണ്ട് അവരുടെ യൂത്ത്ഫുൾ മെമ്മറീസിനെ ആലോചിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ ടൈം ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലേ, ആരും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. ഇറ്റ് വെയിറ്റ്സ് ഫോർ നോ വൺ. നമ്മൾ ടൈമിനനുസരിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ഇനി ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലവിനെ സിംബലൈസ് ചെയ്യുന്നു എന്ന് പറയാം. പിന്നെ അലിഗർ എന്ന പ്ലേസ്, ഇറ്റ് ഇസ് സിറ്റി ഇൻ ഉത്തർപ്രദേശിലൊരു സിറ്റിയാണ് അലിഗർ. പക്ഷേ ഈ ഒരു പോം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്നൊന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എവിടെ വേണോ ആകാം. ഒരു ടൈറ്റിൽ, ഇറ്റ്സ് ജസ്റ്റ് എ ടൈറ്റിൽ അലിഗർ. ഇത്രയും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചിലപ്പോൾ അവിടെ വെച്ച് നടന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് കൊടുത്തത്, അതോ മറ്റെവിടെയെങ്കിലും വെച്ച് വേണമെങ്കിലും നടക്കാം. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ തീംസ് നോക്കാം. നേച്ചർ, ലവ്,
ഡെസ്പയർ, സെൻസ് ഓഫ് സെപ്പറേഷൻ, ഡിസ്റ്റൻസ്, മ്യൂസിക്, ഇതൊക്കെ ഇതിൻ്റെ തീംസായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പോയത്തിനെ എങ്ങനെ വേണോ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം കറക്റ്റ് ഓർഡറിനല്ല, ഡിസോർഡർ ആയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ട്രെയിൻ നോക്കി നിൽക്കുന്ന ഒരു ഇമേജ് പറയുന്നു റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ പെട്ടെന്ന് നേച്ചറിലേക്ക് വരുന്നു, ട്രീസ്, ബേർഡ്സ്. പിന്നെ ലവറിൻ്റെ ഒരു ഇമേജ് പറയുന്നു. ട്രെയിൻ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല, അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. വളരെ ഷോർട്ട് പോമാണ്. എങ്ങനെ വേണോ റീഡേഴ്സിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോം കൂടെയാണ്. Hope you all understand it. If you have any doubt, ask in the comment section. Thanks for watching.